നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെ തൃശ്ശൂർ ജില്ലയിലെ പൂമല ഡാമിൻ്റെ ഒക്കെ അടുത്ത് വടക്കേച്ചിറ സെൻറ്റർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെയുള്ള കൊമ്പൻ പാറയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. ഈ വഴിയിലൂടെ അങ്ങോട്ട് കുറച്ച് ദൂരം നടന്നിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ പാറയുടെ അവിടേക്ക് എത്താം. ജസ്റ്റ് ഇതിലൂടെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. ഈ പാറയുടെ സൈഡിലൂടെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ കൊമ്പന്മാരുടെ മുകളിൽ എത്താം. ഇതിലൂടെ കയറി വരുമ്പോൾ ഉണ്ടല്ലോ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ വീടൊക്കെ കാണാം കേട്ടോ. കുറച്ച് ഫ്ലവറൊക്കെ ഉണ്ട്. ഇത് ഈ വീടിൻ്റെ ഗാർഡനായിരിക്കാം പണ്ടത്തെ. വീട് പൂർണ്ണമായിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് എടുക്കുക കേട്ടോ. ഇതിൻ്റെ ചുറ്റും വീടുകളൊക്കെ ഉണ്ട്. ചെറുതായി മതിലൊക്കെ കെട്ടിയിട്ടുണ്ട്. മുകളിലേക്ക് കയറും തോറും നല്ല ഉരുളം കല്ലുകളും പാറകളും കാണാം. ചെറിയൊരു കാറ്റും മഴക്കാറൊക്കെ ഉണ്ട്. കശുമാവിൻ്റെ ചെടിയാന്ന് തോന്നുന്നു പൂത്ത് നിൽക്കണത്. ഇതിപ്പോൾ നമ്മൾ ഈ പാറയുടെ ഒരു സൈഡിലാട്ടൊക്കെ കയറിയിരിക്കണേ. നല്ലൊരു പച്ചപ്പും അതുപോലെ ചുറ്റുമുള്ള മലനിരകളും കാണാം. നല്ല കാറ്റും ഉണ്ട് കേട്ടോ. വടക്കേച്ചിറ സെൻറ്ററിൽ നിന്ന് ഗൂഗിൾ മാപ്പിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ ഏകദേശം ലൊക്കേഷൻ കിട്ടും. ഒരു സൈഡിൽ കണിക്കൊന്ന പൂത്ത് നിൽക്കുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഉരുളൻ പാറ. വീഴാതെ നിൽക്കണ കണ്ട. ആ ഉരുളൻ പാറയുടെ വേറൊരു ആംഗിളാട്ടാ ഞാൻ കാണിച്ചു തരുന്നത്. അതെങ്ങനെ നിൽക്കണതെന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ക്ലോസ് ആയിട്ട് കാണിച്ചു തരാണ്. ഇത് ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ ഒരു വഴി കാണാണ്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. എന്താണെന്ന് നോക്കി നോക്കാം. ജസ്റ്റ് നമ്മൾ ആ വഴി ഇങ്ങോട്ട് കയറി വന്നപ്പോൾ വേറെ ഒരു പാറക്കൂട്ടം, പിന്നെ ഈ കാണുന്ന റബ്ബർ എസ്റ്റേറ്റ് കണ്ട, റബ്ബർ മരങ്ങൾ. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് തോന്നുന്നു. എന്തായാലും ഇവിടുത്തെ ആളുകളോട് ചോദിച്ച് അവരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചിട്ട് കയറുക. ഇതിൻ്റെ മുകളിലേക്ക് കയറുന്നവർ നമ്മുടെ കൊമ്പൻപാറയുടെ മൊത്തത്തിലുള്ള ഒരു വ്യൂ ആണ് കേട്ടോ കാണിക്കുന്നത്. ഇവിടെ മഴക്കാലത്ത് കണ്ടോ ചെറിയ വെള്ളച്ചാട്ടം പോലെ ഉണ്ടാവും. ആളുകൾ ഡ്രസ്സൊക്കെ അലക്കുന്നതിന് വേണ്ടിയിട്ട് കണ്ടോ കല്ലൊക്കെ അവിടെ കൊടുന്നിട്ടുണ്ട്. ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന വെള്ളം പിടിച്ചിട്ട് കഴുകാൻ വേണ്ടിയിട്ട്. കയറാൻ വലിയ പ്രയാസമൊന്നുമില്ല കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്ന് മാത്രം. ഇതിന് ചുറ്റുമുള്ള മലനിരകളാട്ടോ. അതിൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. നല്ല പച്ചപ്പാണ്, നല്ല വ്യൂ ആണ്. ദൂരേക്കുള്ള കാഴ്ചയാണ് അടിപൊളി. ഫോട്ടോഗ്രാഫിക്കൊക്കെ അടിപൊളി ഏരിയയാണ്, പറ്റിയ ഏരിയയാണ്. ഇപ്പം നമ്മൾ കയറുമ്പോൾ പുല്ലുണ്ട്. പുല്ലിന് താഴെ നല്ല ഉറപ്പുള്ള പ്രദേശം തന്നെയാണ്. ധൈര്യമായിട്ട് കയറാം. മുകളിൽ നിന്നുള്ള കാഴ്ചകളാട്ടോ ഇപ്പോൾ കാണുന്നത്. റോഡിലൂടെ വണ്ടി പോകുന്നതൊക്കെ ചെറുതായിട്ട് കാണാം. ഏറ്റവും ടോപ്പിൽ കയറിയ പിന്നെ ഈ പച്ചപ്പ് നിറഞ്ഞ മലനിര, അതാണ് മെയിൻ അട്രാക്ഷൻ. ഏറ്റവും മുകളിൽ ചെറിയൊരു വെള്ളക്കെട്ടുണ്ട്. വേനൽ മഴ പെയ്തിട്ടേ വെള്ളം ചെറുതായി കെട്ടി നിൽക്കുന്നുണ്ട്. ഏറ്റവും മുകളിൽ നിന്നുള്ള കാഴ്ച കേട്ടോ. ഇത് താഴെ വീടൊക്കെ കാണാം നമുക്ക്. അവിടെ ഒരു മൊബൈലിൻ്റെ ടവറൊക്കെ കാണാം ദൂരത്ത്. നല്ല ഇടിവെട്ടുണ്ട്, നല്ല മഴക്കാറുണ്ട്. അപ്പോൾ ഇവിടുന്ന് തിരിച്ചു പോയിരിക്കും ഏറ്റവും നല്ലത്. കയറാൻ എളുപ്പമായിരുന്നു, പക്ഷേ ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ ഇത്തിരി ഡിഫിക്കൽട്ടാണ്. ഈ ചെങ്കുത്തായ ഇറക്കൊക്കെ
നിരങ്ങി ഇറങ്ങണം, അല്ലെങ്കിൽ കെട്ടിമറിഞ്ഞ് വീഴും. അങ്ങനെ ഇറങ്ങിയിട്ട് നമ്മൾ താഴത്തേക്ക് എത്തി. ഇനി നമ്മൾ ആ വീടിൻ്റെ സൈഡിൽ കൂടെ റോഡിലേക്ക് എത്തണം. അങ്ങനെ നമ്മൾ ഏകദേശം റോഡിലേക്ക് എത്തി. റോഡ് സൈഡിൽ ഇങ്ങനെ അടിപൊളി ഒരു ട്രാൻസ്ഫോർമർ ഉണ്ട്. അവിടെയാണ് നമ്മൾ വണ്ടി നിർത്തിയിട്ട് ഈ കുഞ്ഞു റോഡിലൂടെ അങ്ങോട്ട് നടന്നു പോയത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.